നമസ്കാരം. വടകരയിലെ സമ്മേളനത്തിൽ ടി.പി. ചന്ദ്രശേഖരന്റെ സുഹൃത്ത് എ. പ്രദീപ് കുമാർ CPM ജില്ലാ സെക്രട്ടറി ആയില്ല. കോഴിക്കോട് ജില്ല മുഹമ്മദ് റിയാസ് പിടിക്കുകയാണ്. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മെഹബൂബാണ് കോഴിക്കോട്ടെ CPMന്റെ പുതിയ നായകൻ. ജനകീയനായ പ്രദീപ് കുമാറിന് വിനയായത് പഴയ സൗഹൃദങ്ങളും ആർക്കും വഴങ്ങാത്ത പ്രകൃതവുമാണ്. കോഴിക്കോട് ജില്ലയിൽ പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ് മെഹബൂബ്. ഒന്നാം പിണറായി സർക്കാരിൽ കൺസ്യൂമർ ഫെഡ് ചെയർമാനായ മെഹബൂബ് 2021 വീണ്ടും ചെയർമാനായി. വിവാദമായ ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കിയതും മെഹബൂബായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസുമായും അടുത്ത ബന്ധമാണ് മെഹബൂബിനുള്ളത്. അങ്ങനെ കോഴിക്കോട് ജില്ല പിണറായി തിരിച്ചുപിടിച്ചു. P. മോഹനായിരുന്നു കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി. 3 ടേം പൂർത്തിയായതോടെ മോഹനൻ പദവി ഒഴിയുകയായിരുന്നു. അടുത്ത കാലത്ത് പിണറായിയിൽ നിന്നും അകന്നു നടന്ന നേതാവാണ് മോഹനൻ. റിയാസിനോടും അടുപ്പം കാണിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട്ട് അതിവിശ്വസ്തനെ ജില്ലാ സെക്രട്ടറി ആക്കിയത്. പാലക്കാടും പത്തനംതിട്ടയിലും ജില്ലാ സെക്രട്ടറിമാരെ അണികളുടെ ഇഷ്ടത്തിനാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ വയനാടിന് പിന്നാലെ കോഴിക്കോടും റിയാസിന്റെ വിശ്വസ്തനായി പാർട്ടിയിലെ പൊതുവികാരം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചിലർ. പാർട്ടി അംഗത്വത്തിന്റെയും അനുഭാവികളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ CPMന് ഏറ്റവും ശക്തിയുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10ഉം LDFന്റെ കയ്യിലാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് CPMന് ജില്ലയിൽ 23,813 അംഗങ്ങളുടെ വർധനയുണ്ടായി എന്നാണ് കണക്ക്. പുതിയ 109 ലോക്കൽ കമ്മിറ്റികളും 1879 ബ്രാഞ്ച് കമ്മിറ്റികളും നിലവിൽ വന്നു. 2015 31,811 അംഗങ്ങളും 174 ലോക്കൽ കമ്മിറ്റികളും 2,622 ബ്രാഞ്ചുകളുമാണ് ഉണ്ടായിരുന്നത്. അത് യഥാക്രമം 55,624, 28,34,501 എന്നിങ്ങനെയായി വർദ്ധിച്ചു. അവസാന 3 വർഷം കൊണ്ട് 4,037 അംഗങ്ങളും 6 ലോക്കൽ കമ്മിറ്റികളും 135 ബ്രാഞ്ച് കമ്മിറ്റികളുമാണ് വർദ്ധിച്ചത്. വനിതാ അംഗങ്ങളുടെ എണ്ണം 27.07% വർദ്ധിച്ചു. ജില്ലയിലെ 10 ലോക്കൽ സെക്രട്ടറിമാരും 395 ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകളാണ്. ഈ രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ണൂർ ജില്ലയ്ക്ക് പോലുമില്ല. ഈ ജില്ലയിലാണ് മുഹമ്മദ് റിയാസ് പിടിമുറുക്കുന്നത്.